അഴിമതിക്കാരാണ് ഭയപ്പെടുന്നതത്രേ. ആ കണ്ടെത്തൽ നടത്തിയ ഗവേഷകർ മതപരിവർത്തന നിരോധന നിയമങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ആരെയാണ് ഭയപ്പെടുത്തുന്നതെന്നും ആരെയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകണം. ക്രൈസ്തവ സഭകളെ തട്ടിപ്പുകാരായി അടച്ചാക്ഷേപിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ അവരുടെ പാവക്കൂത്ത് കമ്പനികളും ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന ചില ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് പേടിയില്ലത്രേ. ഇവർ ചൂണ്ടിക്കാണിച്ച ഏതാനും ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടല്ലാത്ത ഒരു ഹിന്ദു സംഘടനയ്ക്കും ആ ഭീതിയില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊന്നും ഇഡിയുടെ റഡാറിൽ വരാറുമില്ല. പ്രതിപക്ഷത്തെ അല്ലാതെ ഏത് അഴിമതിക്കാരെയാണ് അന്വേഷണ ഏജൻസികൾ BJP ഭരണത്തിൽ വേട്ടയാടിയിട്ടുള്ളത്? മതപരിവർത്തന നിരോധന നിയമത്തിന്റെ കാര്യം എടുക്കും. ആരാണ് നിരന്തരം കേസിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്? സംഘപരിവാർ ക്രൈസ്തവരെ വളയുന്നു, മർദ്ദിക്കുന്നു, കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നു, എടുക്കുന്നു, ജയിലിലിടുന്നു. ബൈബിൾ കൈവശം വെച്ചതിന് കേസെടുക്കുന്ന ഒരു കാലം മുൻപുണ്ടായിട്ടില്ല. മതപരമായ വേഷം ധരിച്ച് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാതായി. ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വർഗീയ സംഘടനകളുടെ ചിട്ടകൾ അനുസരിച്ച് നടത്തിക്കൊള്ളണം. പക്ഷെ ഘർവാപ്പസി എന്ന അസൽ മതപരിവർത്തനം തടയാൻ മതപരിവർത്തന നിയമമില്ല. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണപക്ഷത്തെ ആർക്കെങ്കിലും പേടിയുണ്ടോ? പരാതിയുണ്ടോ? വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം, BJPയുടെ സമുന്നത നേതാക്കൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ തടയപ്പെട്ടോ ഏതെങ്കിലും? BJP സംസ്ഥാനങ്ങളിലെ ബുൾഡോസറുകൾ ന്യൂനപക്ഷങ്ങളുടേതല്ലാതെ എത്ര വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്? അതെ സാർ, BJP ഭരണത്തിൽ നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലെന്ന് തെളിയിച്ചത് നിങ്ങൾ തന്നെയാണ്. ഹൈന്ദവ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് FCRA ഭയമില്ലാത്തതുപോലെ അംബാനിയും അദാനിയും ഉൾപ്പെടെ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കൊന്നും ഒരു നിയമത്തെക്കുറിച്ചും വേവലാതിയില്ലെന്നേ. അതുതന്നെയാണ് FCRA ഭേദഗതിയെക്കുറിച്ചുള്ള ന്യൂനപക്ഷ ഭീതിയുടെ അടിസ്ഥാനം. ലോകത്തെവിടെയെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ ആ സ്ഥാപനം തന്നെ തട്ടിയെടുക്കുന്ന നിയമമുണ്ടോ? അതാണ് FCRA. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ പോലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ഉന്നം വെക്കുന്ന നിയമം കൊണ്ടുവരാം. പക്ഷെ വിമർശിച്ചാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണത്രേ. ഇപ്പൊ മാറ്റിവെച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാസ്സാക്കാൻ BJPക്ക് കഴിയും. പക്ഷെ ക്രൈസ്തവ വർഗീയവാദികൾ ഉൾപ്പെടെ വിലക്കെടുത്ത പെയിന്റ് പണിക്കാരെ കൊണ്ടും ഈ പ്രാകൃത നിയമത്തെ വെള്ളപൂശാനാകില്ല. ക്രൈസ്തവരൊപ്പം നിന്നില്ലെങ്കിൽ BJPക്ക് പിന്നെ ഒന്നും നോക്കാനില്ലെന്നും ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഈ കൂലിക്കാർ സമൂഹ മാധ്യമ തെരുവ് വിരട്ടലിനിറങ്ങിയിട്ടുണ്ട്. 2.25% മാത്രമുള്ളവർ എന്ത് കണ്ടാണ് തുള്ളുന്നതെന്ന് ചോദിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്കല്ല, ജനാധിപത്യത്തിനാണ് ഭീഷണി. വഖഫിൽ മുസ്ലിങ്ങളെ തേടി വന്നവർ FCRAയിൽ ക്രൈസ്തവരെ തേടി വന്നിരിക്കുന്നു എന്നുമുണ്ട് വ്യാഖ്യാനം. ഒന്നാമതായിട്ട് ക്രൈസ്തവരെ വേട്ടയാടാൻ തുടങ്ങിയത് FCRA മുതലല്ല. പതിറ്റാണ്ടുകളായി സംഘപരിവാർ നടപ്പാക്കുന്ന വിദ്വേഷ പദ്ധതി BJP സർക്കാരുകൾ നിയമങ്ങളെ കൂടുതൽ വർഗീയമാക്കിയും ആൾക്കൂട്ടത്തെ ഇറക്കിയും സജീവമാക്കിയെന്നേ ഉള്ളൂ. രണ്ടാമത് പറയാനുള്ളത്, വഖഫ് നിയമം എതിർക്കപ്പെട്ടതും വെട്ടിപ്പിടുത്ത വകുപ്പുകളുടെ പേരിലാണ്. എല്ലാ പ്രമാണങ്ങളും ഉണ്ടായിട്ടും സ്വത്ത് കൈക്കലാക്കി മുനമ്പത്തെ ഉൾപ്പെടെ നിസ്സഹായരായ മനുഷ്യരെ പെരുവഴിയിലിറക്കിയ വഖഫ് നിയമത്തിലെ പ്രാകൃത വകുപ്പുകൾ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി പോലും സമ്മതിച്ചില്ലെന്ന് മറക്കരുത്. ക്രൈസ്തവ സഭകളുടെ ആതുര വിദ്യാഭ്യാസ ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. ആരാണ് അതിനെതിരെ നിന്നിട്ടുള്ളത്? പക്ഷെ ഇല്ലം ചുടാൻ വേണ്ടി എലിയെ തപ്പരുത്.